നമസ്കാരം. തിരുവനന്തപുരത്ത് നിന്നും യാത്ര തിരിച്ച് എയർ ഇന്ത്യ വിമാനം ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതിനെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് വിമാനത്തിലെ യാത്രക്കാരായ കേരള എംപിമാർ രംഗത്തെത്തി. കൊടിക്കുന്നിൽ സുരേഷ്, കെ.സി. വേണുഗോപാൽ, അടൂർ പ്രകാശ്, കെ. രാധാകൃഷ്ണൻ, റോബർട്ട് ബ്രൂസ് തുടങ്ങിയ എംപിമാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിലേക്ക് യാത്ര തിരിച്ച എയർ ഇന്ത്യ വിമാനം സാങ്കേതിക തകരാറുകളെ തുടർന്ന് ചെന്നൈ വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യുകയായിരുന്നു. വിമാനത്തിന് റഡാറുമായി ബന്ധം നഷ്ടമായി എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് വിശദീകരിച്ചത്. റഡാറുമായി ബന്ധം നഷ്ടപ്പെടുകയും ചെന്നൈ വിമാനത്താവളത്തിലെ അടിയന്തര ലാൻഡിംഗ് സമയത്ത് മറ്റൊരു വിമാനമായി കൂട്ടിമുട്ടൽ ഒഴിവാക്കുകയും ചെയ്തു. വിമാനം ക്യാപ്റ്റൻ വെങ്കടേഷിന്റെ അസാമാന്യ മികവ് മൂലമാണ് മുഴുവൻ യാത്രക്കാരുമായി സുരക്ഷിതരായി ചെന്നൈയിൽ ലാൻഡ് ചെയ്തതെന്നും കൊടിക്കുന്നിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം രക്ഷപ്പെട്ടത് മഹാഭാഗ്യത്തിന് എന്നായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം. ഇന്ന് നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് തങ്ങൾ ഡൽഹിയിലേക്ക് പുറപ്പെട്ടത്. വിമാനത്തിലാകെ 160 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. രാത്രി 7:20 വിമാനം പുറപ്പെടേണ്ടിയിരുന്നത്. എന്നാൽ അരമണിക്കൂർ വൈകി. 7:50 വിമാനം പുറപ്പെട്ടത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിമാനത്തിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പൈലറ്റ് അനൗൺസ്മെന്റ് ചെയ്തു. ചെന്നൈയിൽ അടിയന്തര ലാൻഡിങ്ങിനുള്ള ശ്രമം തുടങ്ങി. 2 മണിക്കൂറോളമാണ് വിമാനം ആകാശത്ത് വട്ടമിട്ട് പറന്നത്. യാത്രക്കാരാകെ പരിഭ്രാന്തിയിലായിരുന്നു. ചിലർ ആശങ്ക പങ്കുവയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇടയ്ക്ക് പൈലറ്റ് അറിയിപ്പുകൾ തരുന്നുണ്ടായിരുന്നു. ഇന്ധനം കത്തിച്ചു തീർക്കാനുള്ള ശ്രമം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ വിമാനം ലാൻഡ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങി. ഈ സമയത്തായിരുന്നു അടുത്ത പ്രതിസന്ധി. റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നത് കാരണം ഞങ്ങൾ സഞ്ചരിച്ച വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി. ഇതോടെ പലർക്കും ഭയമായി. ധാരാളം സ്ത്രീകളും കുട്ടികളും വിമാനത്തിലുണ്ടായിരുന്നു. അരമണിക്കൂർ വീണ്ടും ആകാശത്ത് പറന്ന ശേഷമാണ് വിമാനം ലാൻഡ് ചെയ്യാൻ സാധിച്ചത്. റഡാറിലെ തകരാർ എന്നാണ് പറയുന്നത്. എന്തായാലും വിശദ അന്വേഷണം വേണം. ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത്. ഞങ്ങൾ സഞ്ചരിച്ച വിമാനത്തിൽ പരിശോധന നടത്തുന്നു എന്നാണ് പറഞ്ഞത്. വലിയ അപകടത്തിൽ നിന്ന് കരകയറിയാണ് ഞങ്ങളെല്ലാം പകരം വിമാനത്തിൽ കയറിയിരിക്കുന്നത്. റൺവേയിലുണ്ടായിരുന്ന വിമാനവുമായി കൂട്ടിമുട്ടാത്തത് തന്നെ ഭാഗ്യമാണ്. പൈലറ്റായ ക്യാപ്റ്റൻ വെങ്കടേഷിന്റെ മികവ് അഭിനന്ദനാർഹമാണ്, അടൂർ പ്രകാശ് പറഞ്ഞു. അതേസമയം വിമാനത്തിന്റെ അടിയന്തര ലാൻഡിംഗിൽ രാഷ്ട്രീയ വിവാദം ഉയർന്നിട്ടുണ്ട്. സാങ്കേതിക തകരാർ കാരണം അടിയന്തര ലാൻഡിംഗിന് ശ്രമിക്കവേ റൺവേയിൽ മറ്റൊരു വിമാനം എത്തിയത് പ്രതിസന്ധിയുടെ ആക്കം കൂട്ടി. ആകാശത്ത് വട്ടമിട്ട് കറങ്ങിയ എയർ ഇന്ത്യ വിമാനം മണിക്കൂറുകൾക്ക് ശേഷമാണ് ചെന്നൈ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത്. വൻ ദുരന്തമാണ് ഒഴിവായതെന്ന് സാരം. അടിയന്തര ലാൻഡിംഗിന്റെ വൻ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്നാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞത്. അടിയന്തര ലാൻഡിംഗിൽ ഗുരുതര സുരക്ഷാ വീഴ്ച ഉണ്ടായെന്നും അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 2 മണിക്കൂറോളം സമയം ചെന്നൈക്ക് മുകളിൽ പറന്നു എന്നാണ് അടൂർ പ്രകാശ് വിവരിച്ചത്. അതിനിടെ വിഷയത്തിൽ പ്രതികരിച്ച് എയർ ഇന്ത്യ രംഗത്തെത്തി. സാങ്കേതിക പ്രശ്നത്തെ തുടർന്നുള്ള മുൻകരുതലിനായിട്ടാണ് ചെന്നൈക്ക് വഴിതിരിച്ചു വിട്ടതെന്നും അടിയന്തര ലാൻഡിംഗ് നടത്തിയതെന്നുമാണ് എയർ ഇന്ത്യ പറയുന്നത്. സംഭവിച്ചത് ഗോ എറൗണ്ട് ആണ്. റൺവേയിൽ മറ്റ് വിമാനം ഉണ്ടായിരുന്നില്ലെന്നും അവർ വ്യക്തമാക്കി. ചെന്നൈയിൽ വിമാനത്തിന്റെ പരിശോധന നടത്തുന്നുവെന്നും പകരം സൗകര്യം സജ്ജമാക്കിയെന്നും എയർ ഇന്ത്യ വക്താവ് അറിയിച്ചു. എംപിമാരടക്കം 160 പേരുടെയും പരിശോധന പൂർത്തിയാക്കി ഉടൻ തന്നെ മറ്റൊരു വിമാനത്തിൽ യാത്ര ക്രമീകരിച്ചെന്നും എയർ ഇന്ത്യ വക്താവ് വിവരിച്ചു. അതേസമയം സാങ്കേതിക തകരാറിന്റെ കാരണം കണ്ടെത്തുന്നതിനായി എയർ ഇന്ത്യ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിനും നീക്കം തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ദില്ലിയിലേക്ക് പറന്ന വിമാനം 1 മണിക്കൂറിലേറെ പറന്ന ശേഷം തകരാർ കണ്ടെത്തിയതോടെ 2 തവണ ലാൻഡിങ്ങിന് ശ്രമിച്ച ശേഷം സുരക്ഷിതമായി ചെന്നൈയിൽ ഇറക്കുകയായിരുന്നു.